കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു അത്യാഗ്രഹിയുടെ കഥ കേട്ടാലോ? കഥയുടെ പേര് നാണയം തരുന്ന കുഴി. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ. ഹസൻ എന്ന മീൻപിടുത്തക്കാരൻ ഒരു ദിവസം കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരു കൊച്ചു ദ്വീപ് കണ്ടു. അയാൾ അത്ഭുതപ്പെട്ടു. ഈ ദ്വീപ് മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഹസൻ ദ്വീപിൽ കയറി ചുറ്റും നോക്കി. ഒരു മരം പോലുമില്ല. ആകെയുള്ളത് ഒരു കുഴി. അയാൾ കുഴിയിലേക്ക് കുനിഞ്ഞു നോക്കി. പെട്ടെന്ന് അബദ്ധത്തിൽ തൊപ്പി ഒരു കുഴിയിലേക്ക് വീണു. അടുത്ത നിമിഷം കുഴിയിൽ നിന്ന് അതാ പറന്നു വരുന്നു ഒരു സ്വർണ്ണ നാണയം. ഹസൻ അമ്പരന്നു. ഒരു നിമിഷം ആലോചിച്ച അയാൾ ഒരു കൊച്ചു കല്ലെടുത്ത് കുഴിയിലേക്കിട്ടു. അതാ വരുന്നു മറ്റൊരു നാണയം. ഹസന് സന്തോഷമായി. ഹയ്യടാ, എന്തിട്ടാലും നാണയം തിരിച്ചു തരുന്ന കുഴിയാ. കോളടിച്ചു. ദ്വീപിൽ ആകെ കണ്ട 3 കല്ലുകൾ കൂടി ഹസൻ കുഴിയിലേക്കിട്ടു. പകരം 3 സ്വർണ്ണ നാണയം വന്നു. ഇനി ബാക്കിയുള്ളത് വഞ്ചിയും തുഴയുമാണ്. പക്ഷേ അത് കുഴിയിലേക്കിട്ടാൽ പിന്നെ എങ്ങനെ തിരിച്ചു പോകും? ആരെങ്കിലും ഇതുവഴി വഞ്ചിയുമായി വരുമായിരിക്കും. അതോർത്ത് ഹസൻ വഞ്ചിയും തുഴയും കുഴിയിലേക്കിട്ടു. 2 സ്വർണ്ണ നാണയം കൂടി കിട്ടി. പിന്നെ അയാൾ ആരെങ്കിലും വരുന്നത് കാത്തിരിക്കാൻ തുടങ്ങി. അപ്പോഴതാ ആ മാന്ത്രിക ദ്വീപ് പതുക്കെ മുങ്ങാൻ തുടങ്ങുന്നു. ഹസൻ ഞെട്ടിപ്പോയി. നിമിഷങ്ങൾക്കകം ദ്വീപ് കടലിൽ മുങ്ങി. ഹസൻ നടുക്കടലിൽ നീന്തി തളർന്നു. പൊതിഞ്ഞു സൂക്ഷിച്ച നാണയങ്ങൾ അതോടെ മുങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞ് മറ്റൊരു മീൻപിടുത്തക്കാരൻ വന്നാണ് ഹസനെ രക്ഷിച്ചത്. കൂട്ടുകാരെ, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാത്തതിനുള്ള ശിക്ഷയാണിത് എന്ന് ഹസന് മനസ്സിലായി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.